നമസ്കാരം. IPL-ൽ ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനായുള്ള ഋഷഭ് പന്തിന്റെ തുടക്കം വലിയ നിരാശയിൽ കലാശിച്ചിരിക്കുകയാണ്. ജയിക്കുമെന്ന് ഉറപ്പായിരുന്ന മത്സരമാണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അവർ പാഴാക്കി കളഞ്ഞത്. 3 ബോളും 1 വിക്കറ്റും മാത്രം ശേഷിക്കെയാണ് ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്നും ഡൽഹി ജയം തട്ടിയെടുത്തത്. ഈ മത്സരത്തിൽ ഋഷഭിന്റെ ക്യാപ്റ്റൻസി അത്ര മികച്ചതായിരുന്നില്ല. ബോളിംഗ് റൊട്ടേഷനിൽ ചില പിഴവുകൾ വരുത്തിയ അദ്ദേഹത്തിന് വിക്കറ്റിന് പിന്നിലും അബദ്ധങ്ങൾ ഒരുപാട് പറ്റി. അതുമാത്രമല്ല, ബാറ്റിംഗിലും ഋഷഭിന് തിളങ്ങാനായില്ല. ഡക്കായിട്ടാണ് പുറത്തായത്. ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിയിലെ തോൽവിക്ക് പിന്നാലെ LSG ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിലെത്തി ഋഷഭുമായി സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. മുൻ ക്യാപ്റ്റൻ KL രാഹുലിന് നേരിട്ടതുപോലെ ഒരു അപമാനം ഋഷഭിനും വൈകാതെ നേരിടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കഴിഞ്ഞ IPL സീസണിലാണ് അന്നത്തെ ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനായ KL രാഹുലിന് പരസ്യമായ ശകാരവും അപമാനവുമെല്ലാം ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്കയിൽ നിന്നും നേരിടേണ്ടതായി വന്നത്. ഇത് ക്രിക്കറ്റ് ലോകത്ത് തന്നെ വലിയ ചർച്ചയായ കാര്യവും കൂടിയായിരുന്നു. വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ LSG ടീം ദയനീയമായി പരാജയപ്പെട്ട ശേഷമായിരുന്നു രാഹുലിനെതിരെ ഗോയങ്ക വാളെടുത്തത്. ലക്നൗ ടീം നൽകിയ 166 റൺസിന്റെ വിജയലക്ഷ്യം വെറും 9.4 ഓവറിൽ 62 പന്തുകൾ ബാക്കി നിൽക്കെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം മറികടന്നതോടെയാണ് ഗാലറിയിൽ കളി കണ്ടുകൊണ്ടിരുന്ന ഗോയങ്കയുടെ നിയന്ത്രണം വിട്ട് മൈതാനത്തിലേക്ക് ഇറങ്ങിയത്. മത്സരം കഴിഞ്ഞതിന് പിന്നാലെ ഗ്രൗണ്ടിലെത്തിയ ഗോയങ്ക രാഹുലിനെ പരസ്യമായി ശകാരിക്കുകയും ചില ക്യാപ്റ്റൻസി തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഇവയോട് കാര്യമായി പ്രതികരിക്കാതെ വിളറിയ മുഖവുമായി നിൽക്കുന്ന രാഹുലിന്റെ ചിത്രവും അന്ന് വൈറലായിരുന്നു. ആരാധകരെയും വലിയ രീതിയിൽ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. ഈ സംഭവത്തിന് ശേഷം രാഹുലും ഗോയങ്കയുമായുള്ള സൗഹൃദത്തിലും വിള്ളൽ ഉണ്ടായി. സീസണിന് ശേഷം അദ്ദേഹം LSG വിടാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയായി പറയപ്പെട്ടു. രാഹുലിന്റെ പകരക്കാരനായി വന്ന ഋഷഭ് പന്തിന്റെയും വിധി ഇത് തന്നെയാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കണ്ടറിയേണ്ടത്. IPL-ലെ എക്കാലത്തെയും ഉയർന്ന തുകയായ 27 കോടി രൂപ മുടക്കിയാണ് കഴിഞ്ഞ മെഗാലേലത്തിൽ ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അതിനൊത്ത മൂല്യം കാണിക്കേണ്ടതുണ്ട് ഋഷഭ് പന്ത്. അതുണ്ടായില്ലെങ്കിൽ ഗോയങ്ക വാളെടുക്കുമെന്ന് ഉറപ്പാണ്. ഇത്രയും വലിയൊരു തുകയോട് നീതി പുലർത്തണമെങ്കിൽ ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും കീപ്പിങ്ങിലും എല്ലാം തന്നെ തിളങ്ങേണ്ടതായുണ്ട് ഋഷഭ് പന്ത്. പക്ഷേ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിൽ എല്ലാ മേഖലകളിലും ഋഷഭ് പൂർണ്ണ പരാജയിതനായിരുന്നു എന്ന് വ്യക്തമാണ്. മത്സരശേഷം ഏറെ അസ്വസ്ഥനായാണ് ഋഷഭിനെ കാണപ്പെട്ടത്. കളി കഴിഞ്ഞപ്പോൾ LSG ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിലെത്തിയ ശേഷവും ഋഷഭുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ടീമിന്റെ തോൽവിയുടെ നിരാശ അദ്ദേഹത്തിന്റെ മുഖത്തും പ്രകടമായിരുന്നു. എന്നാൽ ഇത് സീസണിലെ ആദ്യ മത്സരം മാത്രമായതിനാൽ ഋഷഭിന് തെറ്റുകൾ തിരുത്തി ശക്തനായി തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട്. പക്ഷെ സീസണിൽ ഇനിയുള്ള മത്സരങ്ങളിലും ഋഷഭിന് കീഴിൽ LSG മോശം പ്രകടനം തുടർന്നാൽ ഗോയങ്ക ഇടപെടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ രാഹുലിനെ പോലെ സീസണിന് ശേഷം ഋഷഭിനെ ലക്നൗ ടീം കൈവിടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.